ഓം ശാന്തി. 3/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. കാരണം ഓർമ്മയുടെ ബലത്തിലൂടെ തന്നെയാണ് നിങ്ങൾ വികർമാജീത് ആകുന്നത്. ചോദ്യം: ഏതൊരു ചിന്ത വന്നുവെങ്കിൽ പുരുഷാർത്ഥത്തിൽ വീണുപോകും. ഈശ്വരീയ സേവാധാരികളായ കുട്ടികൾ ഏതൊരു സേവനം ചെയ്തുകൊണ്ടിരിക്കും? ഉത്തരം: പല കുട്ടികളും വിചാരിക്കുന്നു, ഇപ്പോൾ സമയം ബാക്കിയുണ്ട്, പിന്നീട് പുരുഷാർത്ഥം ചെയ്യാം. പക്ഷേ മൃത്യുവിന് നിയമമൊന്നുമില്ല. നാളെ നാളെ എന്ന് പറഞ്ഞ് മരിച്ചു പോകും. അതിനാൽ വളരെയധികം വർഷങ്ങൾ ബാക്കിയുണ്ട്, പിന്നീട് ഗാലപ്പ് ചെയ്യാം എന്ന് മനസ്സിലാക്കരുത്. ഈ ചിന്ത കൂടുതൽ വീഴ്ത്തും. എത്ര സാധിക്കുമോ ഓർമ്മയിൽ ഇരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്ത് ശ്രീമത്ത് അനുസരിച്ച് തൻ്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കൂ. ആത്മീയ ഈശ്വരീയ സേവകരായ കുട്ടികൾ ആത്മാക്കളെ സാൽവേജ് ചെയ്യുന്നതിൻ്റെയും പതീതരെ പാവനമാക്കുന്നതിൻ്റെയും സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഗീതം. ഓം നമ ശിവായ. ഓം ശാന്തി. കുട്ടികൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. നിരാകാരനായ ബാബയ്ക്ക് സാകാരമില്ലാതെ ഒരു കർമ്മവും ചെയ്യുവാൻ സാധിക്കില്ല. പാർട്ട് അഭിനയിക്കുവാൻ സാധിക്കില്ല. ആത്മീയ പിതാവ് വന്ന് ബ്രഹ്മാവിലൂടെ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. യോഗബലത്തിലൂടെ തന്നെ കുട്ടികൾക്ക് സതോപ്രധാനം ആകേണ്ടതുണ്ട്. പിന്നെ സതോപ്രധാന വിശ്വത്തിൻ്റെ അധികാരിയാകണം. ഇത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ബ്രഹ്മാവിലൂടെ വന്ന് ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. അതായത് മനുഷ്യനെ ദേവതയാക്കുന്നു. മനുഷ്യർ ദേവീ ദേവന്മാരായിരുന്നു. അവർ തന്നെ ഇപ്പോൾ പരിവർത്തനപ്പെട്ട് ശൂദ്രരും പതീതരുമായിരിക്കുന്നു. ഭാരതം പാരസ്പുരി ആയിരുന്നപ്പോൾ പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഇത് 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ആക്യുറേറ്റായ കണക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിനേക്കാൾ ഉയർന്നതായി ആരുമില്ല. സൃഷ്ടിയുടെ അഥവാ കൽപ്പവൃക്ഷം എന്നും പറയുന്ന വൃക്ഷത്തിൻ്റെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ബാബയ്ക്ക് തന്നെയാണ് പറഞ്ഞു തരുവാൻ സാധിക്കുന്നത്. ഭാരതത്തിൽ ദേവീ ദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പ്രായേണ ലോപിച്ചുപോയി. ദേവീ ദേവതാ ധർമ്മം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നില്ല. ദേവതമാരുടെ ചിത്രങ്ങൾ തീർച്ചയായും ഉണ്ട്. ഇത് ഭാരതവാസികൾ അറിയുന്നുണ്ട്. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ശ്രീകൃഷ്ണനെ ദ്വാപരയിലേക്ക് കൊണ്ടുപോയി. ശാസ്ത്രങ്ങളിൽ ഈ തെറ്റ് വരുത്തിയിരിക്കുന്നു. ബാബ തന്നെ വന്ന് മറന്നുപോയവർക്ക് പൂർണ്ണമായും വഴി പറഞ്ഞു തരുന്നു. വഴി പറഞ്ഞു തരുന്നവൻ വരുമ്പോഴാണ് സർവ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് പോകുന്നത്. അതിനാൽ ആ ഒന്നിനെ പറയുന്നത് തന്നെ സർവരുടെയും സദ്ഗതി ദാതാവ് എന്നാണ്. രചയിതാവ് ഒന്നേ ഉള്ളൂ. ഒരേ ഒരു സൃഷ്ടിയാണ് ഉള്ളത്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്ന് തന്നെയാണ്. അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗം, ത്രേത, ദ്വാപര, കലിയുഗം. പിന്നെ ഉള്ളത് സംഗമയുഗമാണ്. കലിയുഗത്തിൽ പതീതമാണ്, സത്യയുഗത്തിൽ പാവനമാണ്. സത്യയുഗം ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായും കലിയുഗം വിനാശമാകും. വിനാശത്തിന് മുമ്പേ സ്ഥാപന ഉണ്ടാകും. സത്യയുഗത്തിലല്ല സ്ഥാപന ഉണ്ടാകുന്നത്. ഭഗവാൻ വരുന്നത് തന്നെ പതീത ലോകം ആയിരിക്കുമ്പോഴാണ്. സത്യയുഗം പാവന ലോകം തന്നെയാണ്. പതീത ലോകത്തെ പാവനമാക്കുന്ന ഭഗവാന് വരേണ്ടി വരുന്നു. ഇപ്പോൾ ബാബ സഹജത്തിലും സഹജമായ യുക്തി പറഞ്ഞു തരുന്നു.
ദേഹത്തിൻ്റെ സർവസംബന്ധവും ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. പതീത പാവനായ ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ. ഭക്തർക്ക് ഫലം നൽകുന്നവൻ ഒരേ ഒരു ഭഗവാനാണ്. ഭക്തർക്ക് ജ്ഞാനം നൽകുന്നു. പതീത ലോകത്തിൽ ജ്ഞാനസാഗരൻ തന്നെയാണ് വരുന്നത് പാവനമാക്കുവാനായി. പാവനമാകുന്നത് യോഗത്തിലൂടെയാണ്. ബാബയ്ക്കല്ലാതെ ആർക്കും പാവനമാക്കുവാൻ സാധിക്കില്ല. ഈ എല്ലാ കാര്യങ്ങളും ബുദ്ധിയിലിരുത്തുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനാണ്. ഓരോ വീട്ടിലും സന്ദേശം നൽകണം. ഭഗവാൻ വന്നു കഴിഞ്ഞു ഇങ്ങനെ പറയരുത്. വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. പറയൂ, അത് പിതാവാണല്ലോ. ഒന്നാണ് ലൗകിക പിതാവ്, രണ്ടാമത്തേത് പാരലൗകിക പിതാവ്. ദുഃഖത്തിൻ്റെ സമയത്ത് പാരലൗകിക പിതാവിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. സുഖധാമത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ സുഖം തന്നെ സുഖമായിരുന്നു. പ്യൂരിറ്റി, പീസ്, പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു. ബാബയുടെ സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനു വിളിക്കണം? ആത്മാവിനറിയാം നമുക്ക് സുഖമുണ്ട് എന്ന്. അവിടെ സുഖം തന്നെ സുഖമാണ് എന്ന് ആരും പറയും. ബാബ ദുഃഖത്തിനു വേണ്ടിയല്ല സൃഷ്ടി രചിച്ചത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ആർക്കാണോ പിന്നീട് പാർട്ടുള്ളത് അവർ 2 or 4 ജന്മങ്ങൾ എടുക്കുന്നു. അവർ തീർച്ചയായും ബാക്കി സമയത്ത് ശാന്തിയിലിരിക്കും. അല്ലാതെ ഡ്രാമയുടെ കളിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുക, ഇതുണ്ടാവുക സാധ്യമല്ല. കളിയിലേക്ക് എല്ലാവർക്കും വരേണ്ടി വരും. 1 or 2 ജന്മങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ബാക്കി സമയം മോക്ഷത്തിലാണ് എന്നതുപോലെയാണ്. ആത്മാവ് പാർട്ടുധാരിയാണല്ലോ. ചില ആത്മാവിന് ഉയർന്ന പാർട്ട് ലഭിച്ചിട്ടുണ്ട്, ചിലർക്ക് കുറഞ്ഞത്. ഇതും ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ഈശ്വരനെ ആർക്കും അന്ത്യം വരെയും കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാബ തന്നെയാണ് വന്ന് രചയിതാവിൻ്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ അന്തിമം വരെയും പറഞ്ഞു തരുന്നത്. രചയിതാവ് സ്വയം വരാത്തത് വരെയും രചയിതാവിനെയും രചനയെയും അറിയുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ ആരിലാണോ പ്രവേശിക്കുന്നത് ആ ഒന്ന് തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ആ ഒന്നിനെ, അതായത് ബ്രഹ്മാവിനെ ഇരുന്ന് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നു. ആരുടെയും പാർട്ടിൽ ചേഞ്ച് ഉണ്ടാവുക സാധ്യമല്ല. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ഇതും ആരുടെയും ബുദ്ധിയിലിരിക്കുന്നില്ല. ബുദ്ധിയിലിരിക്കുന്നത് പവിത്രമായിരുന്നു കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് 7 ദിവസത്തിൻ്റെ ഭട്ടിയുള്ളത്. ഭാഗവതവും മറ്റും 7 ദിവസത്തേക്ക് വയ്ക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 7 ദിവസവും അല്ലാതെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് ഇവിടെയും മനസ്സിലാക്കാൻ കഴിയുന്നു. ചിലരാണെങ്കിൽ നന്നായി മനസ്സിലാക്കിയെടുക്കുന്നു. ചിലരാണെങ്കിൽ 7 ദിവസം മനസ്സിലാക്കിയിട്ടും ഒന്നും മനസ്സിലാക്കുന്നില്ല, ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. അവർ പറയുന്നു, ഞാൻ 7 ദിവസം വന്നു, എൻ്റെ ബുദ്ധിയിൽ ഒന്നും ഇരിക്കുന്നില്ല. ഉയർന്ന പദവിയല്ല നേടേണ്ടതെങ്കിൽ ബുദ്ധിയിൽ ഇരിക്കുകയില്ല. ശരി, എങ്കിലും അവരുടെ മംഗളമുണ്ടായല്ലോ. പ്രജകൾ ഇങ്ങനെയാണ് തയ്യാറാകുന്നത്. പിന്നെ രാജ്യഭാഗ്യം നേടുക എന്നതിൽ ഗുപ്ത പ്രയത്നമുണ്ട്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. പിന്നെ ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷേ ബാബയുടെ ഡയറക്ഷൻ ഇതാണ്. പ്രിയമുള്ള വസ്തുവിനെ ഓർമ്മിക്കാറുണ്ടല്ലോ. ഭക്തിമാർഗത്തിലും പാടുന്നു, ഹേ പതീത പാവന വരൂ. ഇപ്പോൾ ആ ഒന്നിനെ ലഭിച്ചിരിക്കുന്നു. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ തുരുമ്പ് മാറും. ചക്രവർത്തി പദം സഹജമായി ഒന്നും ലഭിക്കുകയില്ല. ഒരല്പം പ്രയത്നമുണ്ടാകുമല്ലോ. ഓർമ്മയിൽ തന്നെയാണ് പ്രയത്നമുള്ളത്.
മുഖ്യമായത് തന്നെ ഓർമ്മയുടെ യാത്രയാണ്. വളരെയധികം ഓർമ്മിക്കുന്നവർ കർമാതീത അവസ്ഥ നേടുന്നു. പൂർണ്ണമായും ഓർമ്മിക്കാതിരിക്കുകയാണ് എങ്കിൽ വികർമ്മം വിനാശമാവുകയില്ല. യോഗബലത്തിലൂടെ തന്നെയാണ് വികർമ്മ ജീത് ആക്കേണ്ടത്. മുൻപും യോഗബലത്തിലൂടെ തന്നെയാണ് വികർമ്മങ്ങളെ ജയിച്ചത്. കലിയുഗ അന്ത്യത്തിൽ ആരും പവിത്രമായില്ല എന്നിരിക്കെ ലക്ഷ്മി നാരായണൻ ഇത്രയും പവിത്രം എങ്ങനെയായി? ഇതിൽ സ്പഷ്ടമാണ്. ഈ ഗീതയുടെ ജ്ഞാനത്തിൻ്റെ എപ്പിസോഡ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ശിവഭഗവാൻ വാച്ച, തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബാബ തന്നെയാണ് വന്ന് തെറ്റു പറ്റാത്തവരാക്കുന്നത്. ഭാരതത്തിലെ ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ അവയെല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. ബാബ പറയുന്നു, ഞാൻ എന്താണോ പറഞ്ഞിരുന്നത് അത് ആർക്കും അറിയില്ല. ആരോടാണോ പറഞ്ഞിരുന്നത് അവർ പദവി നേടി, 21 ജന്മത്തേക്ക് പ്രാപ്തി നേടി. പിന്നെ ജ്ഞാനം പ്രായേണ ലോപിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ചക്രം കറങ്ങി വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് കേട്ടുവോ അവർ തന്നെ വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മനുഷ്യനെ ദേവതയാക്കുന്നതിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദേവീ വൃക്ഷത്തിൻ്റെ സാപ്ലിംഗ് അഥവാ തൈ. അവർ പിന്നെ ആ വൃക്ഷങ്ങളുടെ സാപ്ലിംഗ് വളരെയധികം നട്ടുകൊണ്ടിരിക്കുന്നു. ബാബ ഒന്ന് വ്യത്യാസം പറഞ്ഞു തരുന്നു. ബാബ ദൈവിക പുഷ്പങ്ങളുടെ സാപ്ലിംഗ് നടുന്നു. അവരാണെങ്കിൽ കാടിൻ്റെ സാപ്ലിംഗ് നട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണിക്കുന്നുമുണ്ട് കൗരവർ എന്താണ് ചെയ്യുന്നത്, പാണ്ഡവർ എന്താണ് ചെയ്യുന്നത്, അവരുടെ പ്ലാൻ എന്താണ്, നിങ്ങളുടെ പ്ലാൻ എന്താണ്. അവർ ലോകത്തുള്ളവർ വർദ്ധിക്കാതിരിക്കാനുള്ള തങ്ങളുടെ പ്ലാൻ ഉണ്ടാക്കുന്നു. മനുഷ്യർ കൂടുതൽ വർദ്ധിക്കാതിരിക്കാനുള്ള ഫാമിലി പ്ലാനിങ് ചെയ്യുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയാണെങ്കിൽ വളരെ നല്ല കാര്യം പറഞ്ഞു തരുന്നു. അനേക ധർമ്മങ്ങൾ വിനാശമാകും. ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ഫാമിലി സ്ഥാപിക്കുന്നു. സത്യയുഗത്തിൽ ഒരേ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഇത്രയും ഫാമിലീസ് ഉണ്ടായിരുന്നില്ല. ഭാരതത്തിൽ എത്ര ഫാമിലി ഉണ്ട്? ഗുജറാത്തി ഫാമിലി, മഹാരാഷ്ട്രീയൻ ഫാമിലി. വാസ്തവത്തിൽ ഭാരതവാസികളുടേത് ഒരു ഫാമിലി ആകേണ്ടതാണ്. വളരെയധികം ഫാമിലീസ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും പരസ്പരം കലഹങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. പിന്നെ സിവിൽ വാർ ഉണ്ടാകുന്നു. ഫാമിലിയിലും സിവിൽ വാർ ഉണ്ടാകുന്നു. ക്രിസ്ത്യൻസിന് തൻ്റെ ഫാമിലിയുണ്ട്. അവരുടേതും പരസ്പരം യോജിക്കുന്നില്ല. പരസ്പരം 2 സഹോദരന്മാർ യോജിക്കുന്നില്ല. ജലത്തെ പോലും ഭാഗിക്കുന്നു. സിഖ് ധർമ്മത്തിലുള്ളവർ വിചാരിക്കും, നമ്മൾ തൻ്റെ സിഖ് ധർമ്മത്തിലുള്ളവർക്ക് കൂടുതൽ സുഖം നൽകട്ടെ. മമത്വം ഉണ്ടാകുന്നു. അതിനാൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. അന്തിമമാകുമ്പോൾ പിന്നെ സിവിൽ വാർ തുടങ്ങിയവ എല്ലാം വരുന്നു. പരസ്പരം യുദ്ധം ചെയ്യുവാൻ തുടങ്ങുന്നു. വിനാശം ഉണ്ടാവുക തന്നെ വേണം. ബോംബുകൾ ധാരാളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ യുദ്ധം നടന്നപ്പോൾ അതിൽ 2 ബോംബുകൾ ഇട്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ വളരെയധികം നിർമ്മിച്ചിരിക്കുകയാണ്. വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഈ യുദ്ധം അതേ മഹാഭാരതത്തിൻ്റെതാണ്. വലിയ വലിയ ആളുകൾ ആരെല്ലാം ഉണ്ടോ അവർ പറയുന്നു, അഥവാ ഈ യുദ്ധത്തെ അവസാനിപ്പിച്ചില്ല എങ്കിൽ മുഴുവൻ ലോകവും അഗ്നിക്കിരയാകും. തീപിടിക്കുക തന്നെ വേണം. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ബാബ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. രാജയോഗം തന്നെ സത്യയുഗത്തിൻ്റെതാണ്. ആ ദേവീ ദേവതാ ധർമ്മം ഇപ്പോൾ പ്രായേണ ലോപിച്ചു. ചിത്രവും തയ്യാറായിട്ടുണ്ട്. ബാബ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഏത് വിഘ്നം വരേണ്ടതുണ്ടോ അത് വരും. ആദ്യമേ അറിയാൻ കഴിയില്ല. പിന്നെ മനസ്സിലാകും
കഴിഞ്ഞ കൽപ്പത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന്. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഡ്രാമയിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയെ മറക്കുവാൻ പാടില്ല. ഇതിനെ പരീക്ഷ എന്ന് പറയുന്നു. ഓർമ്മയുടെ യാത്രയിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല, ക്ഷീണിച്ചു പോകുന്നു. ഗീതവുമുണ്ടല്ലോ, രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത് എന്ന്. ഇതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇതാണ് ഓർമ്മയുടെ യാത്ര. ഇതിലൂടെ രാത്രി പൂർത്തിയായി പകൽ വരുന്നു. പകുതി കൽപ്പം പൂർത്തിയായി പിന്നെ സുഖം ആരംഭിക്കും. ബാബ മന്മനാഭവയുടെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. കേവലം ഗീതയിൽ ശ്രീകൃഷ്ണന്റെ നാമം വയ്ക്കുന്നതിലൂടെ ആ ശക്തി ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെയും മംഗളമുണ്ടാകണം. അതായത് നമ്മൾ എല്ലാ മനുഷ്യരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശേഷിച്ചും ഭാരതത്തിൻ്റെയും പൊതുവായി ലോകത്തിൻ്റെയും. ശ്രീമത്തിലൂടെ സർവരുടെയും മംഗളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് മംഗളകാരിയാകുമോ അവർക്ക് സമ്പത്തും ലഭിക്കും. ഓർമ്മയുടെ യാത്രയിലൂടെ അല്ലാതെ മംഗളം ഉണ്ടാവുക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചിരുന്നു. ഭാരതവാസികൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. പുനർജന്മത്തിൻ്റെയും കണക്കുണ്ട്. 84 ജന്മങ്ങൾ ആരാണ് എടുക്കുന്നത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. തങ്ങളുടെ തന്നെ ശ്ലോകവും മറ്റും ഉണ്ടാക്കി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗീത അത് തന്നെയാണ്. വ്യാഖ്യാനങ്ങൾ അനേകം എഴുതുന്നു. ഗീതയേക്കാൾ ഭാഗവതത്തെ വലുതാക്കി. ഗീതയിലാണ് ജ്ഞാനം, ഭാഗവതത്തിൽ ജീവിത കഥയാണ്. വാസ്തവത്തിൽ ഗീതയാണ് വലുതാകേണ്ടത്. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബയാണ്. ബാബയുടെ ജ്ഞാനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അവർ ഗീത അരമണിക്കൂർ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം നിങ്ങളുടെ അടുക്കൽ അനേകം പേർ വന്നുകൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ വരും. ഇപ്പോൾ തന്നെ അഥവാ വലിയ വലിയ രാജാക്കന്മാർ വരികയാണെങ്കിൽ പിന്നെ കാലതാമസം ഉണ്ടാകില്ല. ഉടൻ ശബ്ദം പുറപ്പെടും. അതിനാൽ യുക്തിയോടെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഗുപ്തജ്ഞാനമാണ്. ആർക്കും അറിയില്ല ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവണനോട് നിങ്ങളുടെ യുദ്ധം എങ്ങനെയാണ്? ഇത് നിങ്ങൾക്കേ അറിയൂ, മറ്റാർക്കും അറിയുവാൻ സാധിക്കില്ല. ഭഗവാൻ ഉവാച, നിങ്ങൾ സദോ പ്രധാനമാകുന്നതിനായി എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം നശിക്കും. പവിത്രമാകൂ, അപ്പോൾ കൂടെ കൊണ്ടുപോകും. ജീവൻ മുക്തി സർവർക്കും ലഭിക്കണം. രാവണ രാജ്യത്തിൽ നിന്നും മുക്തിയുണ്ടാകും. നിങ്ങൾ എഴുതുന്നുമുണ്ട്, നമ്മൾ ശിവശക്തി ബ്രഹ്മകുമാർ കുമാരിമാർ ശ്രേഷ്ഠാചാരി ലോകം സ്ഥാപിക്കും. പരംപിത പരമാത്മാവിൻ്റെ ശ്രീമത്തനുസരിച്ച് 5000 വർഷം മുമ്പെന്ന പോലെ 5000 വർഷത്തിൽ ആദ്യം ശ്രേഷ്ഠാചാരി ലോകമായിരുന്നു. ഇത് ബുദ്ധിയിലിരുത്തണം. മുഖ്യ പോയിന്റ്സ് ബുദ്ധിയിൽ ധാരണയാകുമ്പോൾ ഓർമ്മയുടെ യാത്രയിലിരിക്കും. കല്ല് ബുദ്ധിയാണല്ലോ. ചിലർ വിചാരിക്കുന്നു ഇപ്പോൾ സമയം ബാക്കിയുണ്ട്, പിന്നീട് പുരുഷാർത്ഥം ചെയ്യാം. പക്ഷേ മൃത്യുവിന് നിയമമൊന്നുമില്ല. നാളെ മരിച്ചു പോവുകയാണെങ്കിൽ അപ്പോൾ നാളെ എന്ന് പറഞ്ഞ് മരിച്ചു പോകും. പുരുഷാർത്ഥം ചെയ്യില്ല. അതിനാൽ ഇങ്ങനെ വിചാരിക്കരുത്, വളരെയധികം വർഷങ്ങൾ ബാക്കിയുണ്ട്, പിന്നീട് ഗാലപ്പ് ചെയ്യാം എന്ന്. ഈ ചിന്ത കൂടുതൽ വീഴ്ത്തും. എത്ര സാധിക്കുമോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ശ്രീമത്തനുസരിച്ച് ഓരോരുത്തർക്കും തൻ്റെ മംഗളം ചെയ്യേണ്ടതുണ്ട്. തൻ്റെ പരിശോധന നടത്തണം. എത്ര ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, എത്ര ബാബയുടെ സർവീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആത്മീയ ഈശ്വരീയ സേവകരാണല്ലോ.
നിങ്ങൾ ആത്മാക്കളെ സാൽവേജ് ചെയ്യുന്നു. ആത്മാവ് പതീതത്തിൽ നിന്നും എങ്ങനെ പാവനമാകും? അതിനുള്ള യുക്തികൾ പറഞ്ഞു കൊടുക്കുന്നു. ലോകത്തിൽ നല്ലവരും മോശമായ മനുഷ്യരുമുണ്ട്. ഓരോരുത്തരുടെയും പാർട്ട് അവരവരുടേതാണ്. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. മുഖ്യമായ ശാഖ ഉപശാഖകളെ തന്നെയാണ് കണക്കാക്കുന്നത്. ബാക്കി ഇലകൾ അനേകമുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ പ്രയത്നിക്കൂ, സർവർക്കും ബാബയുടെ പരിചയം നൽകൂ. അപ്പോൾ ബാബയുമായി ബുദ്ധിയോഗം യോജിക്കട്ടെ. ബാബ സർവ കുട്ടികളോടും പറയുന്നു, പവിത്രമാകൂ, എങ്കിൽ മുക്തിധാമത്തിലേക്ക് പോകും. മഹാഭാരത യുദ്ധത്തിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ലോകത്തുള്ളവർക്കറിയില്ല. ഈ ജ്ഞാനയജ്ഞം രചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പുതിയ ലോകം ആവശ്യമാണ്. നമ്മുടെ യജ്ഞം പൂർത്തിയാകുമ്പോൾ എല്ലാം ഈ യജ്ഞത്തിൽ സ്വാഹായാകും. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. അതിനാൽ വിഘ്നങ്ങളെ ഭയപ്പെടരുത്. വിഘ്നങ്ങളിൽ ഓർമ്മയുടെ യാത്ര മറന്നു പോകരുത്. ഓർമ്മയുടെ യാത്ര ഒരിക്കലും നിന്നു പോകരുത്. ഈ ശ്രദ്ധ ഉണ്ടായിരിക്കട്ടെ. പാരലൗകിക ബാബയുടെ പരിചയം സർവർക്കും നൽകിക്കൊണ്ട് പാവനമാകാനുള്ള യുക്തി പറഞ്ഞു കൊടുക്കണം. ദൈവിക വൃക്ഷത്തിൻ്റെ തൈ നടണം. വരദാനം: ഞാനെന്ന ഭാവം ത്യാഗം ചെയ്ത് സേവനത്തിൽ സദാ മുഴുകിയിരിക്കുന്ന ത്യാഗമൂർത്തിയായ സേവാധാരിയായി ഭവിക്കട്ടെ. സേവാധാരിക്ക് സേവനത്തിൽ സഫലതയുടെ അനുഭൂതി ചെയ്യുവാൻ സാധിക്കുന്നത് ഞാൻ എന്ന ഭാവത്തിൻ്റെ ത്യാഗം ഉണ്ടാകുമ്പോഴാണ്. ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ സേവനം ചെയ്തു. ഈ സേവാഭാവത്തിൻ്റെ ത്യാഗം ഞാനല്ല, എന്നാൽ ഞാൻ ചെയ്യുന്നവനാണ്. ചെയ്യിക്കുന്നവൻ ബാബയാണ്. ഞാനെന്ന ഭാവം ബാബയുടെ സ്നേഹത്തിൽ ലയിക്കണം. ഇതിനെയാണ് സേവനത്തിൽ സദാ മുഴുകിയിരിക്കുന്ന ത്യാഗമൂർത്തിയായ സത്യമായ സേവാധാരി എന്ന് പറയുന്നത്. ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിമിത്തമാണ്. സേവനത്തിൽ ഞാനെന്ന ഭാവം മിക്സ് ആവുക എന്നാൽ പരാധീനമാവുക എന്നർത്ഥം. സത്യമായ സേവാധാരിയിൽ ഈ സംസ്കാരം ഉണ്ടാവുക സാധ്യമല്ല. സ്ലോഗൻ: വ്യർത്ഥത്തെ സമാപ്തമാക്കൂ, അപ്പോൾ സേവനത്തിൻ്റെ ഓഫർ മുന്നിൽ വരും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ഏകതയ്ക്ക് വേണ്ടി സ്വയം തന്നിൽ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ആവശ്യമാണ്. ഇതിലൂടെ മറ്റുള്ളവരുടെ സംസ്കാരവും തീർച്ചയായും ശീതളമാകും. സദാ പരസ്പരം സ്നേഹത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും ഭാവനയിലൂടെ സമ്പർക്കത്തിൽ വരൂ. ഗുണങ്ങൾ ഗ്രഹിക്കുന്നവരാകൂ. അപ്പോൾ ഏകത നിലനിർത്താൻ സാധിക്കും. താങ്കളുടെ സംഘടനയുടെ ശുഭഭാവന അനേകം ആത്മാക്കൾക്ക് ഭാവനയ്ക്കുള്ള ഫലം നേടിക്കൊടുക്കുന്നതിന് നിമിത്തമാകും. അവർക്ക് പുതിയൊരു വഴി ലഭിക്കും. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവ ഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.
ഓം ശാന്തി.